ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ UK YPSനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ ഗൈസ്, ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആകാൻ പോകുന്നു. YPS ഓപ്പൺ ആകാൻ പോകുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഓസ്ട്രേലിയൻ വർക്ക് ഓൺ ഹോളിഡേ വിസ ചെയ്തപ്പോൾ തന്നെ കുറേ എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. YPS എപ്പോഴാണ് ഓപ്പൺ ആകുന്നതെന്ന്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. അത് ജൂലൈ 22 ഉച്ചയ്ക്ക് 1:30 ഓപ്പൺ ആവും. ജൂലൈ 24 ഉച്ചയ്ക്ക് 1:30 ഇത് ക്ലോസ് ആവും. 2 ദിവസമേ ഉള്ളൂ. അറിയാലോ, ഇതൊരു ബാലറ്റ് വിസയാണ്. ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സജ്ജമാകുക, റെഡിയാകുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലിങ്കും കാര്യങ്ങളും അതിൻ്റെ പേജ് ഉൾപ്പെടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് കൂടെ കാണിച്ചു തരാം. അപ്പം അതിലൊരു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ബാലറ്റ് വിസ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ വേണ്ടി തന്നെ റെഡി ആയിരിക്കുക. അപ്പം അത് നോട്ടിഫിക്കേഷൻ തന്നെ എനേബിൾ ആക്കിയില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒരു 3 വർഷത്തെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് മേളിലോട്ട് ഉണ്ടായിരിക്കണം. ഒരു ഡിപ്ലോമ ഉള്ളവരോ അതിൽ താഴെയുള്ളവരോ ഇത് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇത് എലിജിബിൾ അല്ല. കാര്യം ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മസ്റ്റാണ്, അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18-നും 30 വയസ്സിനും ഇടയിലായിരിക്കണം. ഇതൊരു 2 ഇയർ വിസയാണ്. സോ നേഴ്സുമാർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. നേഴ്സുമാർക്കൊക്കെ ഒരു പ്രത്യേക പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്. സോ ഈ YPSലൂടെ നമുക്ക് UK പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ബാക്കി നിങ്ങൾക്കൊരു സ്ക്രീൻ റെക്കോർഡിങ്ങുകളോട് കാണിച്ചു തരാം, എൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ ബാലറ്റിൽ നിന്ന് നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് നിങ്ങൾ ആ ബാലറ്റിൽ നിന്ന് റെഡിയായി, ബാലറ്റിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആയി നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 2530 പൗണ്ട് നിങ്ങൾ സേവിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അതെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം രൂപയോളം വരും. അത് നമ്മൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അഡീഷണൽ ഫീയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ, നമ്മുടെ നാട്ടിലത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഷോമണിയായിട്ട് കാണിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയും ഞാൻ നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിച്ചു തരാം. ഇതാണ് അവരുടെ സൈറ്റ്, ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ. ഇതാണ് അവരുടെ സൈറ്റ്. ഈ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിനകത്ത് അവരുടെ ഓവർവ്യൂവും എലിജിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായം ഉണ്ടായിരിക്കണം, UK അപ് ടു 2 ഇയേഴ്സ് ഉള്ളൊരു വിസയാണ്. ഇത് ബാലറ്റിലേക്ക് ഉള്ള എലിജിബിലിറ്റി എന്നൊക്കെ പറയുന്നത് 18-നും 30-നും ആവണം. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്നത്, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് മാൻഡേറ്ററി ആയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏകദേശം ഒരു സേവിങ്സ് എന്ന് പറഞ്ഞാൽ 2530 പൗണ്ട്, അതായത് ഏകദേശം 2.5 ലക്ഷം രൂപ ഉള്ള സേവിങ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ എന്ന് വെച്ചാൽ 18-നും 30-നും വയസ്സിന് ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം. വേറെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഇവരൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ബാലറ്റിൽ നിന്ന് സെലക്ട് ആയതിനു ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമയത്ത് നമുക്ക് വേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ വേറെ പറയും. പിന്നെ ആ ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഇത് എനേബിൾ ചെയ്യുക. ഇത് ഗെറ്റ് ഇമെയിൽസ് അബൌട്ട് ദ പേജ്, ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിടുക. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കൊരു മെയിൽ ത്രൂ അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇമെയിലായിട്ട് വരും. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കുക. പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആവുന്നത് നോക്കിയാൽ മതി. ജൂലൈ 22 ഉച്ചയ്ക്ക് 1:30 ഓപ്പൺ ആവും. ജൂലൈ 24 ഉച്ചയ്ക്ക് 1:30 ഇത് ക്ലോസ് ആവും. സോ എല്ലാവരും വേഗം തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം UK പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക. ഒരു ലോട്ടറി വിസ തന്നെയാണിത്. ചിലപ്പോൾ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ലക്ക്. സോ നേഴ്സുമാർക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം. പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അവർ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് വേറെ മുടക്കം കാര്യങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. ബൈ ബൈ.